Hi guys, welcome back to Hello 7. ഞാനൊരു 3D ഡ്രോയിങ് ഉള്ള ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഞാനിവിടെ ബോർഡിൽ കൊടുക്കാനുള്ള പിക്ചർ ഒരു പ്ലെയിൻ പേപ്പറിൽ വരയ്ക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ജിറാഫിൻ്റെ പിക്ചറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഞാനിവിടെ കളർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കുട്ടി ഫെവിക്കോൾ കുറച്ച് വെള്ളം കൊടുത്ത് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ബ്ലാക്ക് കളർ ഏത് കളറാണോ ചൂസ് ചെയ്യുന്നത് അത് ആഡ് ചെയ്ത് കൊടുക്കും. പേരിൽ 1 to 3 കോട്ടിങ്ങെങ്കിലും നമുക്ക് വേണ്ടത്. ഫൈനലായിട്ട് നല്ലൊരു കളർ കിട്ടാൻ ഞാൻ കുട്ടി ഡോ ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടി ഡോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ പ്രീവിയസ് വീഡിയോസിൽ ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം ഞാൻ ആ ഡ്രോയിങ് ഒന്ന് ചെറുതായിട്ട് പരത്തിയതിന് ശേഷം മേലിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ്. ചെറിയൊരു ഔട്ട്ലൈൻ കിട്ടുന്നതിന് വേണ്ടി. ഔട്ട്ലൈനിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കും. കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല, നമുക്ക് ഏകദേശം ഒരു ഷേപ്പ് കിട്ടിയാൽ മതി. ഷേപ്പിലാക്കി എടുക്കുന്നത് വെള്ളം യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക, കറക്റ്റ് ഷേപ്പിലാക്കി കൊടുക്കുക. ഇത് ഡ്രൈ ആയതിനു ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് പെയിൻറ് ചെയ്യുവാണ്. ആക്രിലിക് കളറ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരിത് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഏതൊരു നമ്മൾ ക്രാഫ്റ്റ് DIY ചെയ്യുമ്പോഴത്തേക്കും കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ചൂസ് ചെയ്യുന്ന കളർ അനുസരിച്ചിട്ടിരിക്കും ആ ഒരു വർക്കിൻ്റെ ഭംഗിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കളർ കോമ്പിനേഷൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാനിവിടെ ഒരു ബോ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി. അപ്പോൾ ഫസ്റ്റ് ബോട്ടിൽ ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ബോട്ടിലാണ് ഇനി ചെയ്യുന്നത്. സെക്കൻഡ് ബോട്ടിലിൽ ഞാനൊരു അക്വാ ഗ്രീൻ കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് കോട്ടിങ് കൊടുക്കുവാണ്. ഇതൊരു 2 to 3 കോട്ടിങ്ങെങ്കിലും വേണം, കാരണം ഗ്ലാസ് ആയതിൻ്റെ പേരിൽ നമുക്ക് കോട്ടിങ്ങിൻ്റെ എണ്ണം കൂട്ടണം. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന പിക്ചർ ഒരു പ്ലെയിൻ ഷീറ്റിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം
പുട്ടിയിടോൻ്റെ മേളിൽ നമ്മൾ ഈ പിക്ചർ വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കും. ആ ഔട്ട്ലൈൻ വരച്ചത് അനുസരിച്ചിട്ട് നമ്മൾ ബ്ലേഡ് യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ബോട്ടിലിൻ്റെ മേളിലായിട്ട് ഇങ്ങനെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കും. വെള്ളം യൂസ് ചെയ്തിട്ട് വേണം നമ്മളിങ്ങനെ സ്മൂത്തായിട്ട് സർഫസ് ആക്കിയിട്ട് ഇങ്ങനെ കറക്റ്റ് ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിനുശേഷം നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നു. നേരത്തെ കാണിച്ച ബോട്ടിലിൻ്റെ ആ ഒരു സ്റ്റെപ്പൊക്കെ തന്നെയാണ് ഇതിനുള്ളത്. ബോട്ടിലിൻ്റെ അടിഭാഗത്തായിട്ട് ഞാനൊരു ലേസും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. മേളിലൊരു ബോയും വെച്ച് കൊടുക്കുന്നുണ്ട്. ബോ ജൂട്ടിൻ്റെ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ സെക്കൻഡ് ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.